ഇന്ന് നമ്മളൊരു കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത്. ഒരു സ്പെഷ്യൽ കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ നാളികേരം വെച്ച് ചെയ്യുന്നത് പോലെയല്ല, അവൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. 3 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സിൽ 3 ഗ്ലാസ് അരിപ്പൊടി. അപ്പോൾ ഇതിലേക്ക് 5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണ്, അത് കാരണമാണ് പറയുന്നത്. അതല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയൊക്കെയാണ് വെച്ചെങ്കിൽ അത്രയും വെള്ളം ആവശ്യമില്ല. അപ്പോൾ അത് കാരണം തന്നെ അത് സൂക്ഷിച്ച് വേണം നമ്മൾ ഒഴിക്കാൻ. നന്നായി തിളപ്പിച്ച ഒരു 5 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂണിൽ 3/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഒരുപാട് ഉപ്പായി ഇതാവണ്ട കേട്ടോ. നമുക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 5 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞു വെച്ചെങ്കിലും നമ്മൾ മുഴുവൻ ഒഴിച്ചു കൊടുക്കണ്ട, ഏകദേശം ആക്കി വെക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു ടീസ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കി നോക്കി നോക്കാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടില്ല എന്നത്. അപ്പോൾ കറക്റ്റ് ഒരു 5 ഗ്ലാസ് വെള്ളം തന്നെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം വന്നിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. അതിന് ശേഷം നമുക്ക് ചൂടറിയാം, ജസ്റ്റ് ഒന്ന് നമുക്ക് തൊടാവുന്ന ചൂടൊക്കെ ആകുമ്പോൾ നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് നമ്മൾ എടുക്കുന്നത് അവിലാണ്. അപ്പോൾ ഇതിലത്തെ നമ്മൾ സാധാരണ നാളികേരം ചേർത്തിട്ടുള്ള ഇതാണ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഒരു ഇലയുടെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ. അപ്പോൾ ആ ഇതാണ് നമ്മൾ സാധാരണ ചെയ്തു വരാറ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ അവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാളികേരം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, മുഴുവനും അവിൽ മാത്രം എടുത്താൽ മതിയാവും. ഞാൻ ഇപ്പോൾ നാളികേരം ഉള്ള കാരണം രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുത്തു എന്ന് മാത്രം. അപ്പോൾ രണ്ടും പകുതി പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക്, ഏലക്കായയുടെ പൊടി, ഒരു 6-7 ഏലക്കായ കേട്ടോ. പിന്നെ ഒരു 5 വെല്ലം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായി അരിഞ്ഞെടുക്കുക. നമ്മൾ ശർക്കര നന്നായി ഉരുക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉരുക്കിയിട്ട് അതിലത്തെ കല്ലൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് വറ്റിച്ചെടുക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളതൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്കുള്ള ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചുക്ക്, ഏലക്കായ, ഈ പൊടികളും ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നതിന് ശേഷം നാളികേരം അവലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അവലിട്ട് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പഴം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ വെള്ളം അധികം ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം പാകത്തിനാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം. ചെറിയ ബോളുകളാക്കിയതിന് ശേഷം ഈ നടുഭാഗം ഇങ്ങനെ വെച്ച് നമ്മൾ നല്ല ഒരു കുഴിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേ കനത്തിലായിട്ട് വരണം. അപ്പോൾ മാത്രം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ഭാഗത്ത് ഭയങ്കര കനത്തിലിരിക്കും. ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ് ഇതിനകത്ത് നിറച്ച് കൊടുക്കാം. അപ്പോൾ അവിലായ കാരണം തന്നെ കുറച്ച് നേരം ഫില്ലിങ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിലൊക്കെ നന്നായി കുതിർന്ന് പാകത്തിനായി വരും. ഇതിന് ശേഷം ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിനൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെഷീനുകളൊക്കെ ഉണ്ട്, ചെറിയ മോൾഡുകളൊക്കെ കിട്ടും. അതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടു. പക്ഷേ ഇത് ഇത്രയും ഈസിയാണ്, കണ്ടില്ലേ? നമുക്ക് കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള കൊഴുക്കട്ട ആക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള പാകം വെള്ളമായാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഇതുപോലെ പിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ട് വെച്ചെങ്കിൽ വെള്ളമൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആക്കാൻ പറ്റില്ല. ഇതിലത്തെ വെള്ളം കറക്റ്റായിരിക്കണം, ഫില്ലിങ്ങിലെ വെള്ളം കറക്റ്റായിരിക്കണം, ഈ മാവിലെ വെള്ളം കറക്റ്റായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് എല്ലാം ആക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒലിച്ച് പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല കറക്റ്റാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഉണ്ടകളും ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം നമ്മുടെ ആ ഒരു അളവിൽ 30 എണ്ണമാണ് കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയൊക്കെ ടൈം മതിയാവും. കാരണം നല്ല വറുത്ത പൊടിയാണ്, അതുപോലെ തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അധികം ടൈമൊന്നും വേണ്ട.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ തീർച്ചയായും അറിയിക്കുക. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്